ഹലോ ഗൈസ്, ഞാൻ വന്നിരിക്കുന്നത് ഒരു ലോങ് വീഡിയോ ആയിട്ടോ. ഇത്തിരി ബോറിംഗ് ആണെങ്കിലും നല്ലൊരു ഇൻസ്പിറേഷണൽ വീഡിയോ ആണിത്. ഞങ്ങളുടെ കുറേ നാളായിട്ടുള്ള പ്ലാൻ ആട്ടോ, ഞങ്ങളുടെ സെക്കൻഡ് ബെഡ്റൂമിൽ ഒരു കബോർഡ് സ്വന്തമായിട്ട് പണിയണം എന്നുള്ളത്. അതിനാവശ്യമുള്ള സാധനം എടുക്കാൻ എന്നെയും കൂട്ടി B&Q പോകുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നമ്മളെല്ലാ പ്രൊജക്റ്റിനുമുള്ള സാധനങ്ങൾ B&Q എന്നിട്ട് എടുക്കാം. അപ്പോൾ ഇവർ ഏറ്റവും കൂടുതൽ DIY പ്രൊജക്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. പിന്നെ അതെല്ലാം റീസണബിളാണ്. ഇപ്പോൾ നിങ്ങൾ കാണിക്കുന്നത് ഞങ്ങൾ ട്രോളി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെയൊക്കെ വിചാരം നമ്മൾ ട്രോളി എടുക്കുമ്പം 1 പൗണ്ടിൻ്റെ കോയിൻ ഇടുന്നതല്ലേ. ഞങ്ങൾ യൂസ് ചെയ്ത നാട്ടിൽ 5 രൂപയുടെ തുട്ടാട്ടോ. ഇതൊരു സീക്രട്ടാണ്, ആരോടും പറയണ്ട കേട്ടോ. അങ്ങനെ ട്രോളിയൊക്കെ എടുത്ത് ഞങ്ങൾ അകത്തേക്ക് പോയി. ഞങ്ങൾ നേരെ പോകുന്നത് ഈ ഫർണിച്ചർ പാനൽ എന്ന് പറയുന്ന സെക്ഷനിലേക്കാട്ടോ. അപ്പോൾ അവിടെ പോകുമ്പോൾ നമുക്ക് പല വിഡ്ത്തിലും പല ലെങ്ത്തിലുമുള്ള ഫർണിച്ചർ പാനൽസ് അവൈലബിൾ ആണ്. 3 കളേഴ്സിലാണ് അത് മെയിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് വൈറ്റ് കളറ്, പിന്നെ ഒരു ഗ്രേ, പിന്നെ ഒരു ബ്ലാക്ക്. നമ്മളെപ്പോഴും വൈറ്റാണ് പ്രിഫർ ചെയ്യാറ്, കാരണം അതായിരിക്കും കുറച്ചും കൂടെ ക്ലാസി ലുക്ക് കിട്ടുക കേട്ടോ. നമുക്കിതിൽ ഇഷ്ടമുള്ള ചൂസ് ചെയ്യാം. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എത്ര വിഡ്ത്ത് വേണമെന്നും എത്ര ലെങ്ത് വേണമെന്നും ഒക്കെ ഉള്ളത് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും അടിയിൽ നല്ല ക്ലിയർ ആയിട്ട് അവർ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത്. അതിൻ്റെ പ്രൈസ് അതിൻ്റെ അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിഷ്ടമുള്ളത് നമുക്ക് ആദ്യം ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ബേസിസിൽ നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അത് അവിടെ തന്നെ അവർ ഫ്രീ ആയിട്ട് കട്ട് ചെയ്ത് ഇങ്ങോട്ട് തരും കേട്ടോ. അതാണ് ഈ B&Qൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കട്ട് ചെയ്തതെടുത്തു. അപ്പോൾ സംഭവമൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന് ആൽബി ടൂൾസൊക്കെ എടുത്തു. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞായിരുന്നു എൻ്റെ ഹസ്ബൻഡ് ഒരു പ്ലാൻ ലവറാണ്. പ്ലാൻ ലവർ മാത്രമല്ല കേട്ടോ, ഒരു ടൂൾ ലവറും കൂടെയാണ്. ആശാൻ്റെ കയ്യിൽ ഒരുപാട് ടൂൾസ് ഉണ്ട്. എന്ത് പണിയുണ്ടെങ്കിലും ആശാന് പുതിയൊരു ടൂൾ നിർബന്ധമാണ്. അങ്ങനെ കട്ടിങ്ങിൻ്റെ മെഷീനൊക്കെ റെഡിയാക്കിയത് ആശാൻ ചെറിയ രീതിയിൽ കട്ടൊക്കെ ചെയ്തു തുടങ്ങി കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം പരിപാടി തുടങ്ങാൻ പോവാണ്. അപ്പോൾ ആദ്യമായിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് അതൊന്ന് ശരിയാക്കണം. അപ്പോൾ നമുക്ക് കട്ടർ ഉപയോഗിച്ച് അത് കട്ട് ചെയ്യണം അതിൻ്റെ ഒരു സൈഡ്. അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണേ. ഇത് കട്ട് ചെയ്ത് തീരാൻ എന്തായാലും കുറേ സമയം എടുക്കും. അപ്പോൾ നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചാലോ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, നമ്മൾ UK ഒരാളെയൊക്കെ ഒരു കബോർഡൊക്കെ ഫിറ്റ് ചെയ്യാൻ വിളിച്ചാൽ നല്ല എമൗണ്ട് കൊടുക്കേണ്ട ഒരു ലേബർ ചാർജ് ആയിട്ട്. അപ്പോൾ ഇവിടെയുള്ള മിക്കവരും സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാനും നോക്കുകയുള്ളൂ. നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് വേണ്ട എല്ലാ പണികളും സ്വന്തമായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അത്യാവശ്യം അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമ്മളെക്കൊണ്ട് തന്നെ ഡീൽ ചെയ്യാവുന്ന കാര്യങ്ങളുള്ളൂ ഇതൊക്കെ കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു തന്നത് വേറെ ഒന്നുമല്ല, ഇതൊരു ഇൻസ്പിറേഷനായിട്ട് അങ്ങ് എടുത്തോന്നാണ് കേട്ടോ. അങ്ങനെ ആരെങ്കിലും ഇത് ഇഷ്ടപ്പെട്ട് പരീക്ഷിച്ച് നല്ല റിസൾട്ട് കിട്ടിയാൽ ഞങ്ങളെയും കൂടെ അറിയിക്കണം കേട്ടോ, മറക്കല്ലേ. അപ്പോൾ നമുക്കിനി തിരിച്ച് വീഡിയോയിലേക്കാൻ വരാമല്ലേ. ആൽബി അങ്ങനെ തന്നെ എല്ലാ പണിയും ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ തന്നെ പണിച്ചത് ബോറടിച്ച ആൽബിക്ക് ഒരു സപ്പോർട്ടിനായിട്ട് ഞാനും കൂടി. ഈ കാണുന്നത് ഞാൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ ആരാ വീഡിയോ എടുക്കുന്നതെന്നല്ലേ. വീഡിയോ എടുക്കുന്ന അന്നമ്മയാണ്. ഇന്നത്തെ വീഡിയോ എടുക്കലിൻ്റെ ചാർജ് അവൾക്ക് ഞങ്ങളും കൊടുത്തു. പാവം കൊച്ച് സിക്ക, എന്നാലും വീഡിയോ എടുത്തൊക്കെ തന്നു കേട്ടോ. പിന്നെ ഈ കബോർഡ് നമ്മൾ പണിയുന്നതിന് മുന്നേ തന്നെ നമ്മുടെ മനസ്സിലൊരു ഡിസൈൻ ഉണ്ടായിരുന്നു കേട്ടോ. അതനുസരിച്ചാണ് നമ്മൾ ഇതിൻ്റെ ഓരോ പാനലും നമ്മൾ കട്ട് ചെയ്ത് മേടിച്ചത്. അപ്പം നമ്മൾ എത്ര സെൻറ്റിമീറ്റർ വേണമെന്നുള്ള ഐഡിയ ഉണ്ടായിരുന്നു. അങ്ങനെ അവരോട് കറക്റ്റായി പറഞ്ഞു കൊടുത്ത് അവരത് മെഷർ ചെയ്താണ് നമ്മളിത് മുറിച്ച് മേടിച്ചുകൊണ്ട് വന്നത് കേട്ടോ. അപ്പോൾ ആരെങ്കിലും ഇങ്ങനെ കബോർഡ് ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ആദ്യം നമ്മൾ ഡിസൈൻ ഉണ്ടാക്കുകയും അതൊരു പേപ്പറിൽ വരയ്ക്കാൻ പറ്റുവാണെങ്കിൽ അത് വരച്ച് എത്ര സെൻറ്റിമീറ്റർ വെച്ച് നമ്മൾ പാനൽ കട്ട് ചെയ്യണമെന്നും നേരത്തെ മുൻകൂട്ടി ഡിസൈഡ് ചെയ്താൽ കുറച്ചും കൂടെ നമുക്ക് എളുപ്പമുണ്ടാവും കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് വീട്ടിൽ വന്നു കഴിയുമ്പോൾ പിന്നെ അതിൻ്റെ അളവൊക്കെ ശരിയായില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഞങ്ങൾക്ക് ആദ്യത്തെ കബോർഡ് പണിതപ്പോൾ അങ്ങനെ ഒരു അബദ്ധം പറ്റിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഈ പ്രാവശ്യം എല്ലാം നല്ല വ്യക്തമായി വരച്ച് എല്ലാത്തിൻ്റെ മെഷർമെൻറ്റ്സ് കറക്റ്റായി എടുത്തുകൊണ്ട് തന്നെയാണ് നമ്മൾ B&Q പോയത്. അങ്ങനെയുള്ള ആ പ്ലാനിൻ്റെ ബേസിസിലാണ് നമ്മൾ ആദ്യം തന്നെ ഓരോരോ പീസുകളും വെച്ച് വരിക കേട്ടോ. ആദ്യം നമ്മൾ വെച്ചത് ടോപ്പിലുള്ള പീസാണ്, അതിനുശേഷം നമ്മൾ സെൻറ്ററിലുള്ള പീസാണ് വെക്കുന്നത്. പിന്നെയാണ് സൈഡിലുള്ള അതിന് ഓരോ കോളംസ് ആയിട്ട് തിരിച്ചിട്ടുള്ള പീസുകൾ വെക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമായിട്ടോ ഫിക്സിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഒരു വൈറ്റ് പ്ലാസ്റ്റിക് സാധനമാണ്. അത് ഭയങ്കര സോളിഡാട്ടോ. അപ്പോൾ ആ സാധനത്തിൻ്റെ സപ്പോർട്ടിലാണ് എല്ലാ പാനൽസും ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഭിത്തിയെ വെക്കുകയാണെങ്കിൽ അത് ഡ്രില്ല് ചെയ്തിട്ട് വേണം വെക്കാൻ. നമ്മളെല്ലാം തടിയെ വെക്കുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് സ്ക്രൂ ചെയ്താൽ മതിയാവും. എനിക്ക് തോന്നുന്നു അത് ഇരിക്കുമെന്നാണ് തോന്നുന്നത് കേട്ടോ. ഞങ്ങളങ്ങനെയാണ് ചെയ്തത്. പിന്നെ അത് മാത്രമല്ല, അതിൽ ഫിക്സ് ആകുന്ന സ്ക്രൂവും കൂടെ നമ്മൾ നോക്കി എവിടെ നിന്നാണ് സാധനം എടുക്കുന്നത് അവിടെ നിന്ന് എടുത്തിട്ട് വേണം കേട്ടോ. കാരണം എല്ലാ സ്ക്രൂവും എല്ലാ സൈസും അതിൽ പോവില്ല. നമുക്ക് മൊത്തത്തിൽ ഒരു 200 പൗണ്ടിന് താഴെ ആയുള്ളൂ ഈ കബോർഡ് ഫിക്സ് ചെയ്യാൻ. നമുക്കറിയാവുന്ന കാര്യം, നമ്മളിപ്പോൾ വെളിയിൽ എവിടെയെങ്കിലും പോയി ഒരു കബോർഡ് മേടിച്ചാൽ നല്ല എമൗണ്ട് ആവും. ഈവൻ IKEA പോയാലും നല്ല റേറ്റ് ആവും കബോർഡിന്. അപ്പം ഞങ്ങൾക്ക് കുറച്ചുകൂടെ റീസണബിളായിട്ട് തോന്നി. പിന്നെ അത് മാത്രമല്ല, നമ്മളായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് നമുക്ക് ആവശ്യത്തിനധികം ഫിക്സിംഗ് ബ്ലോക്ക് വെച്ച് അതിന് നല്ല സ്ട്രോങ് ആക്കുകയും ചെയ്യാം. അപ്പം ഞങ്ങളുടെ പഴയ റൂമിലുള്ള കബോർഡ് ഇങ്ങനെ തന്നെയാണ് ഫിക്സ് ചെയ്തത്. അത് ഭയങ്കര ഇപ്പോഴും ഒരു കുഴപ്പമില്ലാതെ തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ സ്റ്റെബിലിറ്റി ഉണ്ടാവും ഞങ്ങൾക്ക് തോന്നി, കുറച്ചും കൂടെ ഡ്യൂറേഷനും ഉണ്ടാവും. അതുകൊണ്ടാണ് ഞങ്ങൾ സ്വന്തമായിട്ട് തന്നെ ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ഇപ്പോൾ ആരെങ്കിലും ബഡ്ജറ്റിൻ്റെ പ്രശ്നം കൊണ്ടാണെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനാണ്. കാരണം നമുക്ക് 200 താഴെ ആയുള്ളൂ.
നമുക്ക് പിന്നെ നമ്മൾക്ക് വേറെ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ടൂൾസ് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ടൂൾസിൻ്റെ നമ്മൾ കൂട്ടിയിട്ടില്ല, നമ്മൾ അതിന് വേണ്ട സാധനങ്ങൾ മാത്രമാണ് യൂസ് ചെയ്തത്. ഈ പാനലും അതുപോലെ സ്ക്രൂവും പിന്നെ ഈ ഫിക്സിംഗ് ബ്ലോക്കൊക്കെയാണ്. അതൊക്കെ ഏകദേശം ഒരു 200 താഴെ നമുക്കായുള്ളൂ. അപ്പം നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നോക്കുവാണെങ്കിൽ നല്ലൊരു എക്സാമ്പിളാട്ടോ. അതുമാത്രമല്ല, നമ്മളിത് ഉണ്ടാക്കുന്നത് ഒരു ഇൻബിൽഡ് ഏരിയയിലാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് എളുപ്പമായിരിക്കും. കാരണം നമ്മൾ വാളിൻ്റെ സപ്പോർട്ട് എടുത്തിട്ടായിരിക്കില്ല ഉണ്ടാക്കുക. ഇപ്പോൾ ഞങ്ങളുടെ റൂമിൽ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്കറിയാം, ഞങ്ങൾക്ക് അവിടെ ഒരു കബോർഡിനായിട്ടൊരു സ്പേസ് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇൻബിൽഡായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര എളുപ്പമായിരുന്നു. കാരണം നമ്മൾ വാളിൻ്റെ സപ്പോർട്ടാണ് എടുത്തത്, അതുകൊണ്ട് അത്രയും പാനൽസ് ചിലവായില്ല. അപ്പം നമ്മളിപ്പോൾ നോർമൽ ഒരു ബെഡ്റൂമിൽ ഒരു വേറെ ഇതിൽ സ്പേസിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ എക്സ്പെൻസ് ആകും. കാരണം നമ്മൾ അതിൻ്റെ സൈഡിലും കൂടെയുള്ള സപ്പോർട്ടിനുള്ള പാനൽസും കൂടെ എടുക്കേണ്ടി വരും. അപ്പം അതിന് കുറച്ചും കൂടെ എക്സ്പെൻസ് ആവും. ഈവൻ ഇത് ഇത്ര എക്സ്പെൻസീവായിട്ട് നമ്മൾ എടുത്താലും അത് വേർത്താന്ന് ഞാൻ പറയും. കാരണം ഇതിൻ്റെ ഡ്യൂറബിലിറ്റി നന്നായിട്ടുണ്ട് കേട്ടോ. കാരണം ബാക്കി നമ്മൾ നോർമൽ കബോർഡ് മേടിക്കുന്ന പോലെയല്ല, ഞങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് പറയാം, ഇതിന് നല്ല ഡ്യൂറബിലിറ്റി ഉണ്ട്. ഈ ഡ്യൂറബിലിറ്റിയുടെ കാര്യം പറഞ്ഞപ്പോഴാട്ടോ ഞാനിത് ക്ലീൻ ചെയ്ത കാര്യം കൂടെ ഓർത്തത്. ഇത് ഭയങ്കര എളുപ്പമാണ് ക്ലീൻ ചെയ്യാൻ. നമുക്കിപ്പോൾ എന്തെങ്കിലും മോൾഡോ അല്ലെങ്കിൽ ഡസ്റ്റോ അങ്ങനെ എന്തെങ്കിലും വന്നാൽ ജസ്റ്റ് ഒരു വൈപ്പ് ഇട്ട് തുടക്കേണ്ട ആവശ്യമുള്ളൂ. അത് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് തന്നെ. പിന്നെ വേറൊരു കാര്യം കൂടെ പറയട്ടെ, ഇത് B&Q തന്നെ എടുക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. വേറെ കടയിൽ ഞാനിത് ഹോം ബേസിൽ ഇതുവരെ കണ്ടിട്ടില്ല, പക്ഷേ ഞാൻ ഇക്കയിൽ ഈ സാധനം കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇക്കയിലും കൂടെ ഒന്ന് റേറ്റ് കമ്പയർ ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. പക്ഷേ ഞങ്ങൾക്ക് കുറച്ചും കൂടെ റീസണബിളായിട്ട് തോന്നിയത് B&Q ആണ്. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആൽബി തന്നെ കണ്ടുപിടിച്ച ഒരു ഈസി ഹാക്കാണ്. പുള്ളിക്കാരൻ ഡ്രില്ല് ചെയ്യാൻ പോകട്ടെ. അതിൻ്റെ ഇടയിൽ ഒരു ലെറ്റർ പാഡ്, നമുക്ക് നോർമൽ കിട്ടുന്ന ലെറ്ററില്ലേ, ആ ലെറ്റർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിങ്ങനെ ഒട്ടിച്ചിട്ട് അതിൻ്റെ തൊട്ട് മേലെയാണ് തുളയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ നിന്ന് വീഴുന്ന എല്ലാ പൊടികളും അതിനകത്തേക്ക് തന്നെ വീഴും. എന്താല്ലേ, ആശൻ്റെ ഐഡിയ കൊള്ളാം. ഞങ്ങൾ ആദ്യം വിചാരിച്ചത്ര എളുപ്പമൊന്നും അല്ലായിരുന്നു കേട്ടോ പിടിപ്പിക്കാൻ. കഴിഞ്ഞ കബോർഡ് ഇതിന് ഈസി ആയിട്ട് ഞങ്ങൾ പിടിപ്പിച്ചതാണ്. പക്ഷേ ഇത് ഫുള്ളായിട്ട് ഫിറ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ സൈഡിൽ നമ്മൾ ചെറിയൊരു നാരോ സ്പേസ് പോലെയായിരുന്നു ആക്കിയത്, നമ്മുടെ ഈ മേക്കപ്പിൻ്റെ ഐറ്റംസൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് അതിനകത്ത് സ്ക്രൂ പിടിപ്പിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആൽബി ലാസ്റ്റ് കിടന്നും ഇരുന്നും മലന്നും ഒക്കെ സ്ക്രൂ പിടിപ്പിക്കുന്നത്. നിങ്ങൾക്കിത് ഈ വീഡിയോ കണ്ടാൽ അറിയാം, ഭയങ്കര കഷ്ടപ്പാടായിരുന്നു കേട്ടോ. ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് അതിൻ്റെ സ്ക്രൂ എല്ലാം ഇട്ട് അതിൻ്റെ ഓരോ പാനലും സെപ്പറേറ്റ് ഫിക്സ് ചെയ്യണമായിരുന്നേ. അത് ഭയങ്കര പാടായിരുന്നു. ഒരു വീട് മേടിച്ച് എന്തൊക്കെ പണി ചെയ്താലല്ലേ. പിന്നെ എല്ലാം നമുക്ക് വേണ്ടിയാണല്ലോ ചെയ്യുന്നതെന്ന് ഓർക്കുമ്പോൾ അങ്ങ് ചെയ്തു പോകും. ഇതാട്ടോ ഞാൻ പറഞ്ഞ ഇൻസ്പിറേഷൻ. അങ്ങനെ അത്യാവശ്യം കബോർഡിന് ഏകദേശം ഒരു ഷേപ്പൊക്കെ വന്നു തുടങ്ങി കേട്ടോ. അപ്പോൾ ഓരോരോ പാനലുകളായിട്ട് ഇങ്ങനെ പിടിപ്പിച്ച് വരുന്നു. അതിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ നമുക്കപ്പോൾ ആദ്യമേ തന്നെ ഒരു ഡിസൈൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ ആ ഡിസൈൻ വെച്ച് നമ്മൾ ഓരോരോ മെഷർമെൻറ്റ്സിൽ മുറിച്ചെടുത്ത ഓരോരോ സാധനങ്ങൾ അതാ സ്ഥലത്ത് ഇപ്പോൾ പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ചിലതൊക്കെ ഇച്ചിരി തള്ളി പിടിക്കേണ്ടൊക്കെ വന്നു. പിന്നെ എൻ്റെ ഹെൽപ്പ് ഉണ്ടായതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല എന്ന് തോന്നുന്നു. ആൽബി കേൾക്കണ്ട. ഈ പ്രാവശ്യം നമുക്ക് പണിയിട കേട്ടോ ഗൈസ്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ഈ പ്രാവശ്യം അതിൻ്റെ ലെങ്ത്തിനൊക്കെ ചെറിയ വ്യത്യാസമുണ്ട്. ഇനിയിപ്പം നമ്മുടെ മെഷർമെൻറ്റ്സിൻ്റെ കുഴപ്പമാണോ അതോ വാളിൻ്റെ എന്തെങ്കിലും ഷേപ്പിൻ്റെ വ്യത്യാസമാണോ എന്നറിയില്ല. ഈ പ്രാവശ്യം സംഭവം ഇറങ്ങുന്നില്ല. അപ്പോൾ പിന്നെയും നമ്മൾ കട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ സാധനമൊക്കെ എടുത്ത് നമ്മുടെ മെഷീൻ ഉപയോഗിച്ച് കട്ട് ചെയ്യാൻ പോകട്ടോ. നമ്മൾ B&Kയിലൊക്കെ കട്ട് ചെയ്യുന്ന നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. കാരണം അവർ യൂസ് ചെയ്യുന്ന ഏറ്റവും ഹൈടെക് മെഷീനാണ്. നമ്മുടെ കയ്യിൽ ചെറിയ മെഷീനേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് വെച്ച് അത്ര പെർഫെക്റ്റായിട്ട് കിട്ടുമോ ഇല്ലെന്ന് അറിയില്ല. ആൽബി എന്തായാലും ട്രൈ ചെയ്യുന്നുണ്ട്. അത്ര പെർഫെക്റ്റായിട്ട് വരാൻ ചാൻസ് ഇല്ല, കാരണം ആ ബോർഡ് അതിൽ ഫിക്സ് ആവുന്നില്ല. അപ്പം നോക്കാം, എങ്ങനെയെങ്കിലും സെറ്റാക്കിയേ പറ്റുമോ, അല്ലെങ്കിൽ അതിനകത്ത് ഇറങ്ങിയില്ല കേട്ടോ. ഞങ്ങൾ കുറച്ച് ലക്കിയാന്ന് തോന്നുന്നു. സാധനം എന്തായാലും സെറ്റായിട്ടുണ്ട്. അത് ഫിറ്റ് ചെയ്യാൻ പോകട്ടെ ഇതിനകത്ത്. പിന്നെ നമ്മളിങ്ങനെ കബോർഡ് വയ്ക്കുന്ന നമ്മൾ ഫേസ് ചെയ്യുന്ന വേറൊരു പ്രശ്നം കേട്ടോ. നമ്മുടെ ഈ കട്ട് ചെയ്തെടുത്ത സൈഡില്ലേ, അത് നല്ല വുഡിൻ്റെ കളറ് കാണും. അപ്പോൾ അതെങ്ങനെ മാറ്റാമെന്ന് ഞങ്ങളിങ്ങനെ കുറേ വീഡിയോ ഒക്കെ ചെക്ക് ചെയ്തപ്പോഴാട്ടോ ഞങ്ങളിങ്ങനെ ഒരു സൊല്യൂഷൻ കണ്ടേ. ഒരു ടേപ്പ് നമുക്ക് മേടിക്കാൻ കിട്ടും കേട്ടോ. B&Kയിലും അതുപോലെ തന്നെ ഹോം ബേസിലൊക്കെ അവൈലബിൾ ആണ്. അത് വെച്ച് നമുക്ക് അയൺ ബോക്സ് യൂസ് ചെയ്ത് അതിങ്ങനെ സൈഡിൽ ഇങ്ങനെ സീൽ ചെയ്യാം. ആ വീഡിയോ നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ അത് സീൽ ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് അവിടെ ഒട്ടിയിരിക്കുക. അപ്പോൾ അത് ശരിക്കും നമ്മളൊരു നോർമൽ ബോർഡിൻ്റെ വൈറ്റ് സൈഡില്ലേ, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് പോലെ തന്നെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. എന്നാലും ചെറിയൊരു വ്യത്യാസം അറിയാം. പക്ഷേ ഫുള്ള് മൊത്തത്തിൽ നോക്കുമ്പോൾ എല്ലാ സൈഡും ഒരുപോലെ വെള്ള പോലെ ഇരിക്കും കേട്ടോ. ഇപ്പോൾ നോക്കി നിങ്ങൾക്ക് തന്നെ കാണാം, ഒരു സൈഡിൽ നമുക്ക് വുഡിൻ്റെ കളർ കാണാൻ പറ്റുന്നില്ല അല്ലേ. എല്ലായിടും ആൽബി അങ്ങനെ ടേപ്പ് വെച്ച് സീൽ ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ.